പോസ്റ്റർ ടു ആപ്ലിക്കേഷനിൽ നമുക്കിഷ്ടമുള്ള ഫോണ്ടുകൾ അഥവാ കസ്റ്റം ഫോണ്ടുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കസ്റ്റം ഫോണ്ടുകൾ ഉപയോഗിക്കാനുള്ള ഫീച്ചർ പ്രീമിയം യൂസർമാർക്ക് മാത്രമുള്ളതാണ്. പോസ്റ്റർ ടുവിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ഫോണ്ടുകൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഫോൺ സ്റ്റോറേജിലെ ഏതെങ്കിലും ഒരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കുക. ഇവിടെ എൻ്റെ ഫോണിൽ SD കാർഡിലെ ഡൗൺലോഡ് ഫോൾഡറിൽ ഡൗൺലോഡഡ് ഫോൺസ് എന്നൊരു ഫോൾഡറിനകത്താണ് ഞാൻ ഫോണ്ടുകൾ കോപ്പി ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പോസ്റ്റർ ടു ആപ്ലിക്കേഷൻ തുറക്കുക. വർക്ക് ഏരിയ മെനുവിൽ ഓപ്പൺ ഫോണ്ട് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഫോണ്ട് മാനേജർ തുറക്കുക. ഫോണ്ട് മാനേജറിലെ അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ഫോണ്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാ ഫോണ്ടുകളും പോസ്റ്റർ ടുവിൽ അപ്ലോഡായി കഴിഞ്ഞു. മുകളിലെ സാമ്പിൾ ടെക്സ്റ്റ് എന്ന് കാണുന്നിടത്ത് നമുക്കിഷ്ടമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് അതിൻ്റെ പ്രിവ്യൂ കാണാവുന്നതാണ്. ചില മലയാളം ഫോണ്ടുകൾ യൂണിക്കോഡ് ഫോർമാറ്റ് ആയിക്കൊള്ളണമെന്നില്ല. അത്തരം ഫോണ്ടുകളുടെ പേരിൽ ക്ലിക്ക് ചെയ്ത് ഫോണ്ടിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഒന്നിലധികം ഫോണ്ടുകൾ സെലക്ട് ചെയ്ത് ഫോണ്ട് ടൈപ്പ് മാറ്റാൻ ഒരു ഫോണ്ടിൽ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കൂടെ മറ്റുള്ള ഫോണ്ടുകൾ കൂടി ആഡ് ചെയ്ത് മുകളിലെ എഡിറ്റ് ഫോണ്ട് ടൈപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. തുറന്നുവരുന്ന ഡയലോഗ് ബോക്സ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത ഫോണ്ടുകളുടെ ഫോർമാറ്റ് സെറ്റ് ചെയ്യാം. ഇനി ഫോണ്ട് സെലക്ഷൻ ബോക്സിൽ കസ്റ്റം എന്ന സെഷൻ നോക്കിയാൽ നമ്മൾ പുതുതായി ലോഡ് ചെയ്ത ഫോണ്ടുകൾ കാണാം. സാധാരണ പോലെ ഇഷ്ടമുള്ള ഫോണ്ടുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്.